നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റീനെ കുറിച്ചിട്ടായിരുന്നു. നമ്മൾ സൈക്കോഅനാലിസിസ് അല്ലെങ്കിൽ സൈക്കോഅനാലിറ്റിക് തിയറിയാണ് തുടങ്ങി വെച്ചത്. അതിൽ നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ഓഫ് സൈക്കോഅനാലിസിസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്രോയിഡ് ഒരുപാട് കോൺസെപ്റ്റുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഫ്രോയിഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി, കോൺഷ്യസ്, പ്രിക്കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്, ഈ 3 ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മൈൻഡ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് അല്ലേ. പിന്നെ അത് ഫ്രോയിഡിയൻ സ്ലിപ്പും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഫ്രോയിഡ് അത് റിവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഗതിയാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് 3 സ്ട്രക്ചർ ഫ്രോയിഡ് പറയുന്നുണ്ട്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോൾ ആദ്യമേ അദ്ദേഹം ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് പറഞ്ഞു തന്നത് അല്ലേ. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എന്താണ് കോൺഷ്യസ് ലെവൽ, എന്താണ് പ്രിക്കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ, എന്താണ് അൺകോൺഷ്യസ് ലെവൽ. നമ്മളുടെ ഈ സൈക്കോഅനാലിസിസ് അല്ലെങ്കിൽ സൈക്കോഅനാലിറ്റിക് തിയറി കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അൺകോൺഷ്യസ് ലെവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെ തന്നെ പിന്നീട് അദ്ദേഹം റിവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതിൽ പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന് അദ്ദേഹം അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കിക്ക് 3 സ്ട്രക്ചർ പറയുന്നുണ്ട്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഇത് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഇൻസ്റ്റിങ്സ് ആയിരിക്കും. ഈഗോ റിയാലിറ്റിയിൽ നിൽക്കുന്നത്, റാഷണൽ വേയിൽ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഈഗോ. സൂപ്പർ ഈഗോ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ വാല്യൂസ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു തലമാണ്, സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ എന്താ പറയുക, ഇന്നേറ്റ് ആയിട്ടുള്ള വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഏർജസ്, ഡിസൈർസ് ഒക്കെയാണ്. ഇപ്പോൾ തന്നെ ഇത് ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് പറഞ്ഞു ഇത് പറയണം, ഐ വാണ്ട് ടു ഡു ദാറ്റ് നൗ, എനിക്കിതിപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ വേണം. അപ്പോൾ സൂപ്പർ ഈഗോ പറയുന്നതല്ല, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് ശരിയായ കാര്യമല്ല. അപ്പോൾ ഈഗോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ച് അതുകൊണ്ട് നെഗറ്റീവ് കോൺസിക്വൻസസ് ഒന്നും വരാതെ ഹെൽത്തി ആയിട്ട് ആ സിറ്റുവേഷനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ഈഗോ. ഇങ്ങനെ നമുക്ക് വളരെ ചുരുക്കത്തിൽ വളരെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്കൊന്ന് ഈ ഇതിനെയും ഈഗോയിനെയും സൂപ്പർ ഈഗോയിനെയും പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി എന്താണ് ഈ ഇതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഫ്രോയിഡ് പറഞ്ഞ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ അൺകോൺഷ്യസ് ലെവലുമായിട്ട് ഒത്തുചേർന്ന് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ അതുമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇതെന്ന് പറയുന്ന സ്ട്രക്ചർ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു അൺകോൺഷ്യസ് ലെവലിലുള്ള സാധനങ്ങൾ എങ്ങനെയുള്ളതാണ്, നമ്മളുടെ അവയർനെസ്സിൽ ഉള്ള കാര്യങ്ങളല്ല, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല, എന്നാൽ വളരെ പവർഫുള്ളായിട്ട്, വളരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ ബിഹേവിയറിനെ, നമ്മുടെ പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ലെവലാണ് അൺകോൺഷ്യസ് ലെവൽ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇത് നമ്മളുടെ കൺട്രോളിലുള്ളതല്ല, നമ്മളുടെ അവയർനെസ്സിലുള്ള കാര്യങ്ങളല്ല, പക്ഷേ ഇതിലുള്ളതും ഇതേപോലെ വളരെ ഇന്നേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് ആണ് ഇതിലുള്ളത്. ഏർജസ്, ഇമ്പൾസസ്, ഓക്കെ, ഭയങ്കര ഡിസയേഴ്സ്, ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഇതിനെപ്പോഴും വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു നീഡുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏർജ് വന്നു, അതിപ്പോൾ തന്നെ സാധിച്ചു കിട്ടണം. ഒരു ഡിലേയും ഇതിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിപ്പോൾ ഈ സമയത്ത് ഇപ്പം നടക്കണം എന്നുള്ളതാണ്.
പ്രധാനമായിട്ടും ബോഡ്ലി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടെൻഷൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പം പൊതുവെ ആളുകൾ ഈ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, അതായത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിനായിട്ടുള്ള ആക്ഷൻസ് കൈക്കൊള്ളും. അതുവഴി ആ ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിലാണ്. ഓക്കെ, ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്ന സ്ട്രക്ചർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിലാണ്. പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യാതൊരുവിധ പെയിനും ഒരു ഡിലേയും ഒന്നും ഇത് സഹിക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് പ്ലഷർ അതിന് കിട്ടണം. പെയിൻ എന്ന് പറയുമ്പം അത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അതൊന്ന് ഡിലേ ആവുകയാണ്, അതിൻ്റെ നീഡ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈർ അല്ലെങ്കിൽ ഓർജ് അത് സാധിക്കുന്നില്ല, അതൊന്ന് ഡിലേ ആവുകയാണ്, അതും ഒരു പെയിനാണ്, അതൊരു കൈൻഡ് ഓഫ് പെയിനാണ്, ഒരു കൈൻഡ് ഓഫ് ടെൻഷനാണ്. അപ്പോൾ ഇതൊന്നും ഇതിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലഷർ അതിന് വേണം. അപ്പോൾ പ്ലഷർ പ്രിൻസിപ്പിളിലാണ് ഇതെപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഫ്രോയിഡിൻ്റെ ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ അൺകോൺഷ്യസ് നോഷനുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. ബേസിക്കലി ഇൻസ്റ്റിങ്സ് ആണ്, ഇന്നേറ്റ് ആയിട്ടുള്ള ഡിസയേഴ്സ്, ഏർജസ്, ഇമ്പൾസീവായിട്ടാണ് ഇത് എപ്പോഴും പ്രവർത്തിക്കുന്നത്. കാരണം എന്താണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് വേണ്ട വരും വരായികളൊന്നും ഇത് ചിന്തിക്കത്തില്ല. ഇത് അപ്രോപ്രിയേറ്റ് ആണോ, ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്ത് കോൺസിക്വൻസ് ആണ് എനിക്ക് ഉണ്ടാകാൻ പോകുന്നത്, ഒന്നും അതിൻ്റെ നീഡെല്ലാം അതിന് പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് പോകണം. ഒരു ന്യൂ ബോൺ ബേബി ഇതിലായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് ഈ പറയുന്ന ഈഗോയോ സൂപ്പർ ഈഗോയോ ഒന്നും ഡെവലപ്പം നമ്മൾ ഒരു വ്യക്തിയെ കുഞ്ഞ് ജനിക്കുമ്പം തന്നെ ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് ഇതെന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നീട് ഡെവലപ്പ് ആകുന്നതാണ് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ. ഇപ്പോൾ ഒരു ന്യൂ ബോൺ ചൈൽഡിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ആ കുഞ്ഞ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അതിനെന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ അത് കരഞ്ഞതപ്പം തന്നെ സാധിക്കും അല്ലേ. അതിന് ബാക്കി കോൺസിക്വൻസ് ഒന്നും അത് അവെയർ അല്ല. ഓക്കെ, പറഞ്ഞു പ്ലഷർ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. നമ്മളിവിടെ പറഞ്ഞു പ്ലഷർ പ്രിൻസിപ്പിളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഫ്രോയിഡ് റിയാലിറ്റി പ്രിൻസിപ്പിളിനെ കുറിച്ച് നമുക്ക് ഇനി അടുത്ത ഇതിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാം. ഇപ്പോൾ ഫ്രോയിഡ് ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അൺകോൺഷ്യസ് ലൈഫിന് അല്ലെങ്കിൽ അൺകോൺഷ്യസ് പാർട്ടിനെ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന, വളരെയധികം പവർഫുള്ളി കൺട്രോൾ ചെയ്യാൻ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഇതെന്ന് പറയുന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്നാണ് ഫ്രോയിഡ് ആദ്യകാലത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ പഠിക്കുമ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ് പ്രൈമറി പ്രോസസ് തോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പ്രൈമറി പ്രോസസ് തോട്ട്, പ്രൈമറി എന്ന് വെച്ചാൽ എന്താണ്, ആ ഒരു ഇനീഷ്യലി ഉള്ള ഒരു പ്രോസസ് തോട്ട്. നമ്മൾ പറഞ്ഞു വെച്ചു എന്താണ് ഇതെന്ന് പറയുന്നത് വളരെ ഇന്നേറ്റ് ആയിട്ടുള്ള ബൈ ബർത്ത് ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് ഇത്. ലേറ്റർ മാത്രമാണ് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ഡെവലപ്പ് ആകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഇതിനെപ്പോഴും പ്ലഷർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് എന്ത് എന്താ പറയുക ഏർജ് ഉണ്ടോ അല്ലെങ്കിൽ എന്ത് ഡിസയർ ഉണ്ടോ എന്ത് നീഡുണ്ടോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്നു കിട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എപ്പോഴും ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു റിഫ്ലെക്സ് ആക്ഷൻ വഴി ആയിരിക്കാം അത് നടന്നത്. കുഞ്ഞുങ്ങളെ നോക്കുകയാണെങ്കിൽ അവർ കരഞ്ഞ് ഏത് വിധേനയും അത് സാധിച്ചെടുക്കും അല്ലേ. കുഞ്ഞുങ്ങൾ ഇത് ആണ് അവരിൽ ഫങ്ഷൻ ചെയ്യുന്നത്. കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിപ്പം നടക്കുന്നില്ല എന്ന് വെച്ചു. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു പീസ് ഓഫ് ചോക്ലേറ്റ് കേക്ക് കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ഏർജ് തോന്നുകയാണ്, വളരെ ഭയങ്കരമായിട്ടൊരു വലിയൊരു ഏർജ് തോന്നുകയാണ്. പക്ഷേ ഇപ്പോൾ അത് കഴിക്കാനുള്ള യാതൊരു മാർഗവും ഒരു ഓപ്ഷനും നമ്മളുടെ മുന്നിലില്ല അല്ലെങ്കിൽ ഒരാളുടെ മുന്നിലില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അയാൾ ജസ്റ്റ് ചിലപ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യും അയാളൊരു ഡെലീഷ്യസ് പീസ് ഓഫ് കേക്ക് കഴിക്കുന്നതായിട്ട്, ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്നതായിട്ട് അയാൾ ചിലപ്പോൾ ഒന്ന് ഹാലുസിനേഷൻ പോലെ അല്ലെങ്കിൽ ഫാൻറ്റസി അങ്ങനെയൊക്കെ ഓക്കെ ഇമാജിൻ ചെയ്യും. പക്ഷെ അതൊരിക്കലും ആ നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. ലോങ് ടേമിൽ അത് അയാളുടെ ആ നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് ആ ഒരു ഏർജ് വീണ്ടും വരും.
പക്ഷെ ടെമ്പററി ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. എന്താണ്, ഒന്നെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വളരെ ഇമ്പൾസീവായിട്ട് റിഫ്ലെക്സ് ആക്ഷൻ പോലെ ആ നീഡ് അല്ലെങ്കിൽ ഏർജ് അല്ലെങ്കിൽ ഡിസയർ സാധിച്ചെടുക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർ ഇപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം അപ്പോൾ ഭയങ്കര ഏർജ്, പക്ഷേ അത് ഇപ്പോൾ സാധിക്കാൻ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം എന്തെങ്കിലും ഒരു ഹാലുസിനേഷനോ ഫാൻറ്റസി വേൾഡിലൊക്കെ പോയി അതിങ്ങനെ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് തൽക്കാല ശാന്തി അണയും അല്ലേ. അപ്പോൾ അത് പക്ഷേ ടെമ്പററിയാണ്, ഒരിക്കലും ആ നീഡ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതും മറക്കാതെ ഒരു ലോങ് ടേം ഓപ്ഷൻ അല്ല. പക്ഷെ ഇതിനെയാണ് ഫ്രോയിഡ് എന്തെന്ന് പറഞ്ഞ് പ്രൈമറി പ്രോസസ് തോട്ട് എന്ന് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ചൈൽഡ് ലൈക്ക് തിങ്കിങ് ബൈ വിച്ച് ദ ഇഡ് അറ്റംപ്റ്റ്സ് ടു സാറ്റിസ്ഫൈ ദ ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ്. ഇതിനെയാണ് അദ്ദേഹം പ്രൈമറി പ്രോസസ് തോട്ട് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇതെങ്ങനെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്നൊക്കെ ചെയ്യും ഇതിൽ തന്നെ. അപ്പോൾ അതായത് ഈ ഒരു ഇതിൻ്റെ ആ ഒരു ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ടുള്ള ഏർജിനെയോ ഡിസയറിനെയോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അത് സാധിക്കാതെ കഴിയുമ്പോൾ പ്ലഷർ പ്രിൻസിപ്പിൾ അനുസരിച്ച് അത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. ആ വ്യക്തിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ അത് ആ നീഡ് സാധിച്ച് കിട്ടാത്തതിൻ്റേതായൊരു ടെൻഷൻ അവിടെ അയാൾ അനുഭവിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ പ്രൈമറി പ്രോസസ് തോട്ട് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഇമ്പൾസീവായിട്ട് അയാളത് എന്താ പറയുക, ഈ ഈഗോയും സൂപ്പർ ഈഗോയും ഡെവലപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, പ്രൈമറി പ്രോസസ് തോട്ട് വഴി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇമ്പൾസീവായിട്ട് റിഫ്ലെക്സ് ആക്ഷൻ പോലെ ആ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആക്ഷൻ അയാൾ എടുക്കും. അതല്ലെങ്കിൽ ഹാലുസിനേഷൻ, ഫാൻറ്റസി, ഡെല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഈ പ്രൈമറി പ്രോസസ് തോട്ട് എന്ന് പറയുന്നത്. പക്ഷെ ആളുകൾ എന്താ ഇപ്പോൾ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു ഇത് മാത്രമേ ഫങ്ഷൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അത് ഡെവലപ്പ് ആവുന്നതനുസരിച്ച്, വളരുന്നതനുസരിച്ച്, മെച്ചുവർ ആവുന്നതനുസരിച്ച് ഈഗോയും സൂപ്പർ ഈഗോയും ഒക്കെ ഇവഞ്ച്വലി ഡെവലപ്പായി വരും, എമേർജായി വരും. ഓക്കെ, അപ്പോഴത്തേക്ക് പതുക്കെ ഈ പ്രൈമറി പ്രോസസ് തോട്ട് എന്നുള്ളത് മാറി സെക്കൻഡറി പ്രോസസ് തോട്ടിലേക്കും പിന്നീട് കുറച്ചുകൂടി ഒരു റിയാലിറ്റി പ്രിൻസിപ്പിളിലേക്കൊക്കെ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ജസ്റ്റ് ഫ്രോയിഡിൻ്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, അദ്ദേഹം ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റിക്ക് ശേഷം പിന്നീട് റിവൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും 3 സ്ട്രക്ചേഴ്സാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്: ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതിൽ ഇത് എന്താണെന്ന് മാത്രമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് ഏത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് പ്രൈമറി പ്രോസസ് തോട്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈഗോയിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.